ഹോർമുസ് കടൽ കേന്ദ്രീകരിച്ചുകൊണ്ട് പുതിയ ഒരു നിയമരീതി അല്ലെങ്കിൽ യുദ്ധത്തിൻ്റെ പുതിയൊരു മേഖല ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ സൈനികർക്ക് നിർദ്ദേശം നൽകിയത്. അതവർ പറയുകയും ചെയ്തു. ട്രൂത്ത് സോഷ്യലിൽ അതിനെക്കുറിച്ച് പരാമർശിച്ചുകൊണ്ട് ചില റിപ്പോർട്ടുകളും ഡൊണാൾഡ് ട്രംപിൻ്റെ ഭാഗത്ത് പുറത്തു വന്നിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യം ഇങ്ങനെയാണ്: ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ പിടിച്ചു വെക്കപ്പെട്ട കപ്പലുകളെ മോചിപ്പിക്കാൻ വേണ്ടി സൈന്യത്തെ അയക്കുകയോ അതല്ലെങ്കിൽ അതിൽ ഇടപെടുകയോ ചെയ്യണമെന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. എത്രത്തോളം കപ്പലുകൾ ഉണ്ട് എന്നതിനെക്കുറിച്ച് വിവരമില്ല. 200-ലധികം എന്ന റിപ്പോർട്ടിൽ പറയുന്നു. എന്നാൽ ഹോർമുസ് കടൽ കടക്കാൻ വേണ്ടി 2000-ഓളം വ്യത്യസ്ത ലോക രാജ്യങ്ങളുടെ കപ്പലുകൾ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് കാത്തിരിക്കുകയാണ്. അത് എന്ത് ചെയ്യണം? അത് ഇവിടെ ഇപ്പോൾ ഇപ്പോഴത്തെ നിലവിലെ വിഷയം എന്ന് പറഞ്ഞാൽ ഹോർമുസ് കടൽ ഇറാൻ പ്രതിരോധിക്കുക എന്ന് പറഞ്ഞാൽ അത് പണം കൊടുത്തെങ്കിൽ മാത്രമേ പോകാൻ വേണ്ടി സാധിക്കൂ. അത് അമേരിക്കയും ഇസ്രായേലിനും പിന്തുണക്കുന്ന രാജ്യങ്ങളുടെ കപ്പൽ അങ്ങോട്ട് കടത്തിവിടില്ല. മറ്റ് ലോക രാജ്യങ്ങളുടെ കപ്പൽ എണ്ണപ്പെട്ട 3-4 രാജ്യങ്ങൾ പറഞ്ഞ് അവരൊഴിക്കുക. അതിൽ ഇന്ത്യ ഉണ്ട്, ചൈനയുണ്ട്, റഷ്യ ഉണ്ട്, പാകിസ്ഥാനുണ്ട് പോലെയുള്ള 4-5 രാജ്യങ്ങളെ ഒഴിച്ച് ബാക്കിയുള്ള കപ്പലുകൾ നിന്നൊക്കെ എന്ത് ചെയ്യണം? ചുങ്കം നൽകണം. $2 ബില്യൺ ചുങ്കമായിട്ട് കൊടുക്കേണ്ടത്. അത് നൽകിയാൽ അവിടെ കടത്തിവിടാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അത് കൊടുക്കാനില്ല. അത് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഹോർമുസിൻ്റെ കടൽ മേഖല കേന്ദ്രീകരിച്ച് ഹോർമുസ് അങ്ങോട്ട് കഴിഞ്ഞാൽ അറേബ്യൻ കടലിലേക്ക് എത്തുന്ന സമയത്ത് അവിടെ അമേരിക്ക ഉപരോധിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് കടമ്പ കഴിഞ്ഞ് അവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ ഉപരോധിക്കുന്നു എന്ന് പറയുന്ന സമയത്ത് ഇവർക്ക് കൊടുക്കുന്നവരെ സംബന്ധിച്ച് $2 ബില്യൺ പോയി പോകുമോ എന്നൊരു പ്രയാസം അതുകൊണ്ട്. അങ്ങനത്തെ വല്ലാത്ത രീതിയിലൊരു പ്രതിസന്ധിയാണുള്ളത്. പക്ഷേ ഇറാൻ പറയുന്ന ഒരു കാര്യമുണ്ട്: ഞങ്ങൾ കടൽ അതിർത്തി കടന്നുകൊണ്ട് ലക്ഷ്യത്തിലെത്തിക്കാൻ വേണ്ടി, അതായത് ഒരു പരിധി വരെയുള്ള അന്താരാഷ്ട്ര പാത വരെ തങ്ങളുടെ സൈനികരെ പിന്തുണയോടുകൂടി നിങ്ങൾക്ക് അവിടെ എത്തിക്കാൻ വേണ്ടി സാധിക്കും. പിന്നെ നിങ്ങൾ പോകണം. ആ കാര്യം അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അമേരിക്ക ഇപ്പോൾ പറയുന്ന കാര്യം തടയപ്പെട്ട, അതായത് ഈ ചുങ്കം കൊടുക്കാത്തതിനാൽ തടയപ്പെട്ട കപ്പലുകളെ മോചിപ്പിക്കാൻ വേണ്ടി സൈനികപരമായിരിക്കുന്ന ഇടപെടൽ തങ്ങൾ നടത്തുമെന്നുള്ളതാണ്. അഥവാ യുദ്ധക്കപ്പൽ പറഞ്ഞേക്കും ഹോർമുസിൻ്റെ തീരത്തേക്ക് എന്നുള്ളത്. അതിന് ഇറാൻ പറഞ്ഞിരിക്കുന്ന ഒരു മറുപടി: അമേരിക്കൻ സൈനികർ തങ്ങളുടെ കപ്പലിനെയോ തങ്ങളുടെ സൈനികരെയോ തങ്ങളുടെ പ്രതിരോധത്തെയോ തകർക്കാൻ വരികയാണെങ്കിൽ അവസാനത്തെ യാത്രാമൊഴി പറഞ്ഞിട്ടേ വരാവൂ, വന്നവർ തിരിച്ചു പോവുകയില്ല. അതിനുള്ള സംവിധാനം മുൻപ് ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്, നിങ്ങളത് അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് ഏതിനെ പറ്റിയാണ് പറഞ്ഞതെന്നുള്ളത് മനസ്സിലായിട്ടില്ല. അങ്ങനെ സംഭവം ഒരു പക്ഷേ മുമ്പ് ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ഒരു ഭീഷണി സ്വരം ഇറാൻ്റെ ഭാഗത്ത് വന്നതോടുകൂടി സൈനികരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മാനസികപരമായിരിക്കുന്ന പ്രയാസമായി. കാര്യം എന്ന് പറഞ്ഞാൽ മരണത്തിലേക്ക് മാടി വിളിക്കുന്ന പ്രവൃത്തിയാണ് ഈ സംഭവം എന്നുള്ളത് കൃത്യമാണ്. കാര്യം ഹോർമുസിൻ്റെ കടലിൻ്റെ ഏകദേശം അടുത്തോളം എത്തിക്കൊണ്ട് തടയപ്പെടുന്ന കപ്പലിനെ ഈ ഭാഗത്തോടെ സഞ്ചാരയോഗ്യമാക്കാൻ വേണ്ടിയിട്ട് പ്രതിരോധിക്കുന്ന IRGC എന്ന് പറയുന്ന സൈനികരെ ആക്രമിക്കുക എന്നുള്ളതിനാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ആ സമയത്ത് വെടിവെപ്പുകളോ ബോംബ് സ്ഫോടനങ്ങളോ മിസൈൽ ആക്രമണം പലതും വരാം, മരണം സംഭവിക്കാം. രൂക്ഷമായിരിക്കുന്ന ഒരു കടൽ യുദ്ധമായിട്ട് അത് മാറുകയും ചെയ്യും. ഈ ഒരു സംവിധാനം യഥാർത്ഥത്തിൽ ഇവിടെ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. അമേരിക്ക സൃഷ്ടിക്കപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും തിരിച്ചടി ഉണ്ടാകുമെന്ന് പറയുന്നത് തങ്ങളുടെ അതിർത്തി ലംഘിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു കപ്പൽ വരികയോ തങ്ങളുടെ അതിർത്തി ലംഘിക്കാൻ വേണ്ടി ഏതൊരു കപ്പൽ വരികയോ ചെയ്താൽ തീർച്ചയായിട്ടും IRGC അവർക്കുള്ള ശിക്ഷ നടപ്പിലാക്കുക തന്നെ ചെയ്യും. ഇതാണ് പറഞ്ഞിരിക്കുന്ന മറുപടി. അപ്പോൾ ഇവിടെയുള്ള കപ്പലുകൾ ഇങ്ങോട്ട് പോകുന്ന സമയത്ത് അതിൻ്റെതായിരിക്കുന്ന പ്രയാസം. ഒരു കപ്പൽ ഇപ്പോൾ മെനാന്ന് ഏറ്റവും ഈ നിയമാവലി തെറ്റിച്ചതുകൊണ്ട് കത്തിച്ചു എന്നുള്ളതാണ്. അത് സ്ഥിരീകരിക്കപ്പെട്ട റിപ്പോർട്ടായിട്ട് വന്നിട്ടില്ലെങ്കിൽ പോലും ഒരു കപ്പൽ കത്തുന്നതും അതിൻ്റെ ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമൊക്കെ ഇപ്പോൾ മീഡിയയിൽ കാണാൻ വേണ്ടി സാധിക്കുന്നു. സോഷ്യൽ മീഡിയയിൽ അത് പ്രാധാന്യമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നു. അത് പ്രതികരണം ഇല്ലാത്തതുകൊണ്ടാണ് പിന്നെ ആ വിഷയത്തെക്കുറിച്ച് ആധികാരികപരമായിട്ട് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്തുള്ള വിഷയം എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ കപ്പൽ അടക്കുന്ന സമയത്ത് നേർക്ക് നേരെ കരമാർഗത്തിൽ നിന്നുള്ള യുദ്ധം, ഈ കടലിലുള്ള അമേരിക്കൻ കപ്പലിനെ കരമാർഗത്തിലുള്ള ഇറാൻ്റെ സൈനികർ നേരിടും. ഇപ്പോൾ ഈ മേഖലയിലുള്ള വിഷയം എന്ന് പറയുന്നത് കപ്പലിനെ പ്രതിരോധിക്കാൻ വേണ്ടി ചെറിയ ചെറിയ കുഞ്ഞു ബോട്ടുകളെയാണ് ഇറാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ കടൽ തീരത്തോട് ചേർന്ന് അവരതിൻ്റേതായിരിക്കുന്ന കാടുകൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ കാടുകളുണ്ട്, അല്ലെ പാറക്കെട്ടുകളുണ്ട്. ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ ഗർത്തങ്ങൾ ഉണ്ടാക്കുകയും അതിൽ ഇവരുടെ സ്പീഡ് ബോട്ടുകൾ സൂക്ഷിക്കുകയും ചെയ്യുന്നു. അപ്പോൾ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട സാഹചര്യം വരുന്ന സമയത്ത് വളരെ പെട്ടെന്ന് തന്നെ കടലിലേക്ക് ഈ ബോട്ട് എത്തുകയും ഈ കപ്പലിനെ വളയുകയും പിന്നെ വെടിവെപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുകയും കപ്പൽ പിടിച്ചെടുക്കാൻ വേണ്ടി സാധിക്കുകയും നിലവിൽ അങ്ങനെ 5 കപ്പലിൻ്റെ പേരാണ് പറയുന്നത്. 5 കപ്പൽ ഇറാൻ്റെ കൈവശത്തിലുണ്ട്. 3 സ്ഥിരീകരിച്ചിട്ടുണ്ട്, 2 സ്ഥിരീകരിക്കാത്തതാണ്. പക്ഷേ 2 കപ്പൽ ഉണ്ട് എന്ന് അമേരിക്ക തന്നെ പറഞ്ഞിട്ടുണ്ട്. അമേരിക്കയുടെ കൈവശത്തിൽ ഇറാൻ്റെ 2 കപ്പലുണ്ട്. ഇങ്ങനെയാണ് ഇപ്പോൾ നിലവിലെ സ്ഥിതി.
അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ശക്തമായിരിക്കുന്ന ഏറ്റുമുട്ടൽ ഉണ്ടാകുന്ന സമയത്ത് അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി അമേരിക്കയ്ക്ക് സാധിക്കാത്ത വിധം തലങ്ങും വിലങ്ങും നിന്ന് ആക്രമണം നടത്തും എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ പിന്നെ ഈ കടലിൽ തന്നെ ഉള്ള മൈനുകൾ അത് പൊട്ടിത്തെറിക്കാനുള്ള സംവിധാനം അങ്ങനെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഏത് മേഖല കേന്ദ്രീകരിച്ചു കൊണ്ടാണ് അമേരിക്ക അടുത്തുകൊണ്ടിരിക്കുക എന്നതിനെക്കുറിച്ച് കൃത്യമായി പഠിച്ചുകൊണ്ട് അത് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രീലങ്കൻ്റെ കടൽ തീരത്ത് ഇറാൻ്റെ കപ്പൽ മുക്കാൻ വേണ്ടി എന്ത് സംവിധാനമാണോ അമേരിക്ക ഉപയോഗിച്ച് സമാനമായിരിക്കുന്ന ഈ ആക്രമണ രീതി ഇവിടെയും ഉപയോഗിക്കും എന്ന് ഇറാൻ പറയുന്നു. അതും വലിയൊരു മഹായുദ്ധത്തിലേക്ക് എത്തുന്ന സംഭവമാണ്. പിന്നീട് ഈ ഡോൾഫിൻ എന്ന് പറയുന്ന മീനുകൾ ആയിട്ട് ബന്ധപ്പെട്ട റിപ്പോർട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട്. അത് കൂടുതലാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. ആ ഡോൾഫിൻ എന്ന മീനിൻ്റെ പള്ളക്ക് മേലെ അല്ലെങ്കിൽ ഏതെങ്കിലും ഭാഗത്ത് ഇത് ബോംബ് കെട്ടിവെക്കും. അത് മൈനുകൾ പോലെയുള്ള ശക്തമായിരിക്കുന്ന ബോംബ് കെട്ടിവെക്കും. എന്നിട്ട് അതിൻ്റെ മേലെ ക്യാമറ സ്ഥാപിക്കും. ഇത് എങ്ങോട്ടാണ് പോകുന്നതെന്ന് കൃത്യമായ രീതി അറിയാൻ വേണ്ടി പറ്റും. അങ്ങനെ 10, 100 അല്ലെ 1000കണക്കിന് യുദ്ധമാകുന്ന സമയത്ത് അങ്ങനെയൊക്കെ ചെയ്യാമല്ലോ. ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തികം ഉപയോഗിച്ച് യുദ്ധത്തെ അഭിമുഖീകരിക്കുന്ന സമയത്ത് അവർക്കൊരു 100 ഡോൾഫിൻ അല്ലെങ്കിൽ 1000 ഡോൾഫിൻ എന്ന് പറഞ്ഞാൽ പ്രശ്നം ഉണ്ടാവില്ല. അതെല്ലാം കെട്ടിവെച്ചിട്ട് അമേരിക്കയുടെ കപ്പലിന് നേരെ പോവുകയാണെങ്കിൽ ആ സമയത്ത് ഇവർ റിമോട്ട് കൺട്രോൾ കൊണ്ട് ഈ ബോംബിനെ പൊട്ടിക്കും. എങ്ങോട്ടാണ് പോകുന്നതെന്ന് ക്യാമറ നോക്കിയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഈ സംവിധാനങ്ങളിലൊക്കെ ഇറാൻ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഇറാൻ വളരെ തന്ത്രപരമായ രീതിയിലാണ് ഓരോരോ നീക്കുപോക്കുകൾ നടക്കുന്നത്. ഇപ്പോൾ നേരെ നമ്മൾ പറയുന്ന സമയത്ത് ഇസ്രായേലും അമേരിക്കയ്ക്കും നേരെ ഇസ്രായേലിന് നേരെ തന്നെയാണ് യുദ്ധം. ഇസ്രായേൽ ഇങ്ങോട്ടും ഇറാൻ അങ്ങോട്ടും യുദ്ധം ചെയ്യുകയാണെങ്കിൽ ഒരിക്കൽ പോലും ഇറാൻ ജയിക്കാൻ വേണ്ടി സാധിക്കില്ല. സ്ട്രാറ്റജി മാറ്റിയിട്ട് അമേരിക്കയുടെ സൈനിക ബേസ് കേന്ദ്രീകരിച്ചുകൊണ്ട് അറേബ്യൻ കടലിന് നേരെ അറേബ്യൻ മേഖലയ്ക്ക് നേരെ ആക്രമണം നടത്തിയപ്പോൾ റൂട്ടിന് മാറ്റം ഉണ്ടായി. കടൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ശക്തമായിരിക്കുന്ന ആക്രമണം നടത്തിയതോടുകൂടി കടലിലുള്ള വിമാനവാഹിനി കപ്പലുകളിൽ നിന്ന് പോലും ഇറാൻ ആക്രമിക്കാൻ പറ്റാത്ത വിധം വല്ലാത്ത പ്രയാസം അനുഭവിക്കും. 3 യുദ്ധക്കപ്പൽ വന്നിട്ട് ആ 3 യുദ്ധക്കപ്പൽ ദയനീയമായിരിക്കുന്ന ഒരു സ്ഥിതിയാണുള്ളത്. അത് സുരക്ഷ ഒരുക്കുന്ന കപ്പൽ ആക്രമിച്ചുകൊണ്ട് തകർക്കുക എന്ന് പറയുന്ന സമയത്ത് യഥാർത്ഥത്തിൽ ഈ വിമാനവാഹിനി കപ്പലിന് നേരെ ഇറാൻ്റെ ഭാഗത്തുനിന്ന് ഒരു മിസൈൽ വരികയാണെങ്കിൽ അതിനെ പ്രതിരോധിക്കേണ്ടത് ഈ വിമാനവാഹിനി കപ്പലിലുള്ളവരല്ല. പകരം അതിന് സുരക്ഷ ഒരുക്കുന്ന മറ്റ് ഡിസ്ട്രോയിഡ് കപ്പലുകളുണ്ട്. ആ ഡിസ്ട്രോയിഡ് കപ്പലിൽ നിന്ന് വേണം ഇതിനെ പ്രതിരോധിക്കാൻ. ആ ഡിസ്ട്രോയിഡ് കപ്പലിനെ ഇവർ എന്ത് ചെയ്യും? ആദ്യം നശിപ്പിക്കും. അങ്ങനെ ആ സമയത്ത് എളുപ്പത്തിൽ ഈ കപ്പലിനെ, അതായത് ആയുധം വെച്ചുള്ള കപ്പൽ, അതായത് യുദ്ധവിമാനമുള്ള കപ്പലിനെ ആക്രമിക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ജെറാർഡ് ആൾഫോർഡ് വന്നു, അബ്രഹാം ലിങ്കൺ കപ്പൽ വന്നു, ജോർജ് ബുഷ് കപ്പൽ വന്നു. 3 കപ്പലിൻ്റെയും ആരോഗ്യസ്ഥിതി ഇപ്പോഴും വളരെ കൃത്യമായ രീതിയിൽ അമേരിക്ക പുറത്തു വിട്ടിട്ടില്ല. ജെറാൾഡ് ഫോർഡിൻ്റെ ഒരു ഭാഗം അപ്പാടെ കത്തിപ്പോയി എന്നുള്ളതാണ്. പിന്നീട് ഗ്രീസ് കൊണ്ടുപോയിട്ട് അറ്റകുറ്റപ്പണിക്ക് വേണ്ടിയിട്ട് അവിടെ കൊണ്ടുപോയി. അതിനുശേഷം അമേരിക്കയിൽ കൊണ്ടുപോയി എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ ഈ ട്രംപ് റിപ്പോർട്ട് പറയുന്ന സമയത്ത് ജെറാൾഡ് ഫോർഡ് മെഡിറ്ററേനിയൻ കടലിലുണ്ട്, അത് യുദ്ധത്തിന് തയ്യാറായി നിൽക്കുക എന്ന് പറയുന്നുണ്ട്. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്നതിൽ 95% കള്ളത്തരും പൊള്ളത്തരുമായിരിക്കും. ഈ സത്യമായിട്ട് അതിന് യാതൊരു ബന്ധമുണ്ടില്ല. അതുകൊണ്ട് തന്നെ ആരും അത് വിശ്വസിച്ചിട്ടില്ല. ഇനി ജോർജ് ബുഷിൻ്റെ കപ്പലാണെങ്കിൽ, അബ്രഹാം ലിങ്കൺ കപ്പലാണെങ്കിൽ അത് 65ഓളം യുദ്ധവിമാനങ്ങൾ, യുദ്ധവാഹിനി കപ്പൽ കയറ്റാൻ സംവിധാനമുള്ള വലിയ വിപുലമായിരിക്കുന്ന വിസ്താരമുള്ള കപ്പലാണ്. ലോകത്തിലെ ഏറ്റവും വലിയ കപ്പലുകൾ ഒന്നായിട്ടാണ് അറിയപ്പെടുന്നത്. അതിന് വലിയ രീതിയിലുള്ള ആക്രമണം കേടുപാടും 6 മിസൈലുകൾ നേരിട്ട് പതിച്ചിട്ടുണ്ടെന്ന് അമേരിക്ക തന്നെ സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ 60 വീണിട്ടുണ്ടാവാൻ സാധ്യത ഉണ്ടെന്ന് നമുക്ക് ഊഹിക്കാം. ആ കപ്പൽ വേണ്ടത്ര രീതിയിൽ യുദ്ധത്തിൽ ഇടപെടാൻ വേണ്ടി സാധിക്കുന്നില്ല എന്നുള്ളതാണ്. എന്താ കാര്യം എന്നുള്ളതിനെ കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. അടുത്താണ് ജോർജ് ബുഷ് കപ്പൽ. ഇപ്പോൾ അടുത്താണ് 2 ദിവസമായിട്ടുള്ള അവിടെ എത്തിയിട്ട് അതിനും ഇത് മെഡിറ്ററേനിയൻ കടലിലെ ആ ഭാഗത്തോ മറ്റോ വെച്ചിട്ട് മിസൈൽ ആക്രമണത്തിന് വിധേയമായിട്ടുണ്ട് എന്ന് പറയുന്നു. പക്ഷേ അതിൻ്റെ വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. ഈ തരത്തിൽ കടൽ യുദ്ധം എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പത്തിൽ അതിജീവിച്ചു കൊണ്ട് വിജയിപ്പിച്ചെടുക്കാൻ വേണ്ടി സാധിക്കുകയില്ല എന്നുള്ളത് അമേരിക്കക്ക് തന്നെ ബോധ്യമായിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ആകുന്ന സമയത്ത് ഹോർമുസ് കടൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇറാൻ പിടിച്ചെടുത്ത കപ്പലിനെ മോചിപ്പിക്കുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല. അത് മാരകമായിരിക്കുന്ന ഒരു യുദ്ധമുഖം തുറക്കപ്പെടുകയാണ് ചെയ്യുക. അതിൻ്റെ നാശങ്ങളും നഷ്ടങ്ങളും വലിയ രീതിയിൽ അമേരിക്ക അനുഭവിക്കേണ്ടി വരുമെന്ന ഇറാൻ്റെ മുന്നറിയിപ്പ്, അതും യഥാർത്ഥത്തിൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വല്ലാത്ത രീതിയിൽ പ്രയാസമായിരിക്കുകയാണ്. ഏതാണെങ്കിലും വരും ദിവസങ്ങളിൽ എന്തായിരിക്കും ഇറാൻ തുടർന്ന് എടുക്കുന്ന നിലപാടുകൾ എന്നുള്ളതും അതിനെ പ്രതിരോധിക്കാൻ എന്തായിരിക്കും അമേരിക്ക പറയുക എന്നുള്ളതുമാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ലോകം ഉറ്റുനോക്കുന്ന പ്രധാനമായിരിക്കുന്ന കാര്യം.